നമ്മൾ യഥാർത്ഥത്തിലുള്ള സാമൂഹ്യ ജീവികളാകുന്നത് വ്യത്യസ്തതകളെ അംഗീകരിക്കുമ്പോൾ ആ നിലയ്ക്ക് ഭിന്നശേഷിയുള്ളവരെ കൂടി പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, ഇത് ഏറെ പ്രധാനമാണ്. ലോകത്തിലാകെ 100 കോടിയോളം പേർ ഏതെങ്കിലും വിധത്തിൽ ഭിന്നശേഷിയുള്ളവരാണെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 800 കോടിയാണ് മൊത്തം ജനസംഖ്യ. ഒരു 100 കോടി എന്ന് പറയുമ്പോൾ 8 പേരിൽ ഒരാൾ എന്നർത്ഥം. ഇതൊരു ചെറിയ സംഖ്യയല്ല. അതുകൊണ്ട് തന്നെ ഭിന്നശേഷിയുള്ളവർ പൊതുസമൂഹത്തെ നേരിടുന്ന അസമത്വവും വിവേചനവും അവസാനിപ്പിക്കുക എന്നത് ആധുനിക ജനാധിപത്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ്. കാഴ്ച, കേൾവി, സംസാരശേഷി എന്നിവയിലോ ശാരീരികമായോ ബുദ്ധിപരമായോ പിന്നോക്കം നിൽക്കുന്നവരെ അതൊന്നുമില്ലാത്തവരോട് മത്സരിക്കാൻ നിയോഗിക്കുന്നത് നീതിയല്ല. അത് ഭിന്നശേഷിയുള്ളവർ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക മേഖലകളിൽ എക്കാലവും പിന്നോക്കം തന്നെ നിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഭിന്നശേഷിയുള്ളവരെ സവിശേഷമായി കാണുകയും അവർക്ക് വേണ്ട പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ മാത്രമേ അവർക്ക് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ലഭിക്കുകയുള്ളൂ. അതൊരുക്കിക്കൊണ്ട് ഭിന്നശേഷികൾ ഉള്ളവരെ കൂടി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചു വരുന്നത്.